ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ബുൾ മാർക്കറ്റിലും പുതിയ പുതിയ ടോക്കണുകളെ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് പഴയ ടോക്കണുകൾ എത്രത്തോളം ഒരു ടോക്കൺ പഴയതാവുന്നു അത്രത്തോളം ആ ഒരു ടോക്കൺ പുതിയ ടോക്കണുകളെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിറ്റ് കോയിനെ തന്നെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കാരണം കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഓരോ ബുൾ മാർക്കറ്റിലും പുതിയ ടോക്കണുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ലോങ് ടേമിൽ എപ്പോഴും ബിറ്റ് കോയിനിലാണ് നമ്മൾ മെജോറിറ്റി ഫണ്ട് കീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേമിൽ എപ്പോഴും മറ്റുള്ള ടോക്കണുകളെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മെജോറിറ്റി ഫണ്ട് ബിറ്റ് കോയിനിലാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ സേഫ് എന്ന് പറയുന്നത്. കാരണം ഓരോ ബുൾ മാർക്കറ്റിലും ബുൾ മാർക്കറ്റിൻ്റെ പീക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ലെവലിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. സോ ഇത് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം പല ആളുകളും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കഴിഞ്ഞൊരു ബുൾ മാർക്കറ്റിന് മാത്രം അതിൻ്റെ ഒരു പ്രൈസ് പെർഫോമൻസും കാര്യങ്ങളും എടുത്തിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ പെർഫോം ചെയ്ത അതേ ടോക്കണുകൾ അതേപോലെ അടുത്ത ബുൾ മാർക്കറ്റിൽ അതേപോലെ വീണ്ടും പെർഫോം ചെയ്യുന്നതാണ് പല ആളുകളും വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആണ് ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നതാണ്. സോ ആ ഒരു ഡേറ്റയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലൂടെ നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ, അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ അടുത്തൊരു ബുൾ മാർക്കറ്റിലോട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ബിറ്റ് കോയിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ബുൾ മാർക്കറ്റിലുള്ള ഓൾ ടൈം ഹൈ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2013 ഏകദേശം ഏപ്രിൽ മാസത്തിൽ ഒരു ഓൾ ടൈം ഹൈ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ 2013 തന്നെ ഒരു നവംബറിൽ ഒരു ഓൾ ടൈം ഹൈ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ഡിസംബറിൽ ബിറ്റ് കോയിൻ ഓൾ ടൈം ഹൈയിലോട്ട് വന്നു. അതിനുശേഷം ബിറ്റ് കോയിൻ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് വന്നത് 2021 നവംബറിലാണ് അല്ലേ. സോ ഞാനതിൻ്റെ എക്സാക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിറ്റ് കോയിൻ ഓരോ പ്രാവശ്യം ഓൾ ടൈം ഹൈ എത്തിയത്. ഇത് നമ്മൾ മാർക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ട് നമുക്ക് കിട്ടും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ബുൾ മാർക്കറ്റിലും ടോപ്പ് 10 അല്ലെങ്കിൽ ഒരു ടോപ്പ് 20 ടോക്കൺസ് എന്ന് പറയുന്നതിന് കംപ്ലീറ്റ്ലി റീഷഫിൾ ആവും. പുതിയ ടോക്കണുകൾ കൊണ്ട് പഴയ ടോക്കണുകൾ റീപ്ലേസ് ചെയ്യപ്പെടും. സോ നമുക്കത് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ട്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ക്രിപ്റ്റോ കറൻസീസിൽ പോയിട്ട് ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ പല ഡേറ്റിലുള്ള ആ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ സ്നാപ്ഷോട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ 2013 ഏപ്രിൽ 28 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ബിറ്റ് കോയിൻ്റെ പ്രൈസ് എത്രയായിരുന്നു, മാർക്കറ്റ് ക്യാപ്പ് എത്രയായിരുന്നു, അന്നത്തെ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ എത്രയായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ നമ്മൾ ഇത് ഓരോ പ്രാവശ്യം ബിറ്റ് കോയിൻ ഓരോ പ്രാവശ്യം ഓൾ ടൈം ഹൈ അടിക്കുമ്പോൾ ഉള്ള ആ ഒരു ടോപ്പ് 10 എന്ന് നമുക്ക് വിവിധ ബുൾ മാർക്കറ്റിൽ പരിശോധിച്ച് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റത്തെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 2013 ഏപ്രിൽ 28 അല്ലേ. സോ ഇതിൻ്റെ മുന്നേ ഓൾ ടൈം ഹൈ ഉണ്ട്, പക്ഷേ നമുക്ക് ഈ ഒരു ഡേറ്റ് മുതൽക്കുള്ള ഡേറ്റയാണ് നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അത് കാരണം കൊണ്ടാണ് നമ്മൾ 2013 ഈ ഒരു ഡേറ്റിന് ശേഷം നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, സോ 2013 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൂടി 7 ക്രിപ്റ്റോ കറൻസികളാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. സോ ബിറ്റ് കോയിൻ ഓൾ ടൈം ഹൈ അടിക്കുന്ന സമയത്ത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് $134. രണ്ടാമത് ലൈറ്റ് കോയിൻ, മൂന്നാമത്, നാലാമത്, അഞ്ചാമതൊക്കെ വേറെ ഓരോ കോയിനുകൾ, പിയർ കോയിൻ, നെയിം കോയിൻ, ടെറ കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടോക്കണുകൾ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ മെജോറിറ്റി ആളുകൾക്കും ബിറ്റ് കോയിനും ലൈറ്റ് കോയിനും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷേ ഈ കോയിനുകളൊന്നും പല ആളുകളും ഇപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 20 ഈ ടോക്കണുകളെ ഉണ്ടാവില്ല അല്ലേ. സോ നമ്മൾ 2013 28 ഏപ്രിൽ ഈ ഒരു ടോപ്പ് 10 ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ ടോപ്പ് 10 തന്നെയാണോ അടുത്തൊരു ബുൾ മാർക്കറ്റ് പീക്കിലും? ഒരിക്കലല്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ അവിടെ തന്നെ ഉണ്ട്, ലൈറ്റ് കോയിൻ അവിടെ തന്നെ ഉണ്ട്, ബാക്കിയുള്ള ടോക്കണുകൾ ഒക്കെ മാറ്റിക്കൊണ്ട് പുതിയ ടോക്കണുകൾ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ പുതിയ അഡീഷൻസ് വന്ന്, മൂന്നാമതായിട്ട് XRP കടന്നു വന്ന്, അതേപോലെ തന്നെ ബിറ്റ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കൺ വന്ന്,
ഫെദർ കോയിൻ എന്നിട്ടുള്ള ടോക്കൺ വന്ന്, ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത വേറെ ഏതൊക്കെ ടോക്കൺ ഉണ്ട്, വേൾഡ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കൺ വന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി പുതിയ പുതിയ ടോക്കണുകൾ മാർക്കറ്റിലോട്ട് വന്ന്. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും 2018-17 സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ വീണ്ടും ഈ ടോപ്പ് 10 മാറാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഈ 2013 ഉണ്ടായിരുന്ന ഏതൊക്കെ ടോക്കൺ ഉണ്ട്, ബിറ്റ് കോയിൻ ഉണ്ട്, അതേപോലെ തന്നെ XRP ഉണ്ട്, ലൈറ്റ് കോയിൻ ഉണ്ട്. ബാക്കിയുള്ള എല്ലാ ടോക്കണുകളും പുതിയതാണ് അല്ലേ. ബിറ്റ് കോയിൻ ക്യാഷും ഇല്ല. ഓക്കെ, ബിറ്റ് കോയിൻ ക്യാഷും പുതിയതായിട്ട് വന്നു. ബാക്കിയുള്ള പുതിയ ടോക്കണുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർഡാനോ വന്നു, ഡാഷ് വന്നു, അയോട്ടോ വന്നു, NEM വന്നു, മൊണേറ വന്നു. പഴയ ടോക്കണുകളെല്ലാം താഴോട്ട് പോയി. ഇതേ ടോപ്പ് 10 തന്നെയാണോ അടുത്ത ബുൾ മാർക്കറ്റിലും? അല്ല. നമ്മൾ 2021 നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാറി. സൊലാന വന്നു, ബൈനാൻസ് കോയിൻ വന്നു, പോൾക്കഡോട്ട് വന്നു, ഡോജ് കോയിൻ വന്നു, ഷിബ ഇനു വന്നു. വീണ്ടും ടോപ്പ് 10 കുറേ ടോക്കണുകൾ താഴോട്ട് പോയി. പുതിയ ടോക്കണുകൾ അതിനെല്ലാം റീപ്ലേസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇപ്പോൾ നിലവിലുള്ള ടോപ്പ് 10 ഇങ്ങനെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ബുൾ മാർക്കറ്റിൽ ബിറ്റ് കോയിൻ ഒരു ഓൾ ടൈം ഹൈ എത്തുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു സ്നാപ്ഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടോക്കണുകൾ ചിലപ്പോൾ അവിടെ കാണില്ല. ചിലപ്പോൾ സോലാനയ്ക്ക് പകരം വേറെ ടോക്കൺ വരും. അതേപോലെ തന്നെ BNBക്ക് വരും ചിലപ്പോൾ വേറെ ടോക്കണുകൾ റീപ്ലേസ് ചെയ്യപ്പെടും. ഇതേറിയം ചിലപ്പോൾ റീപ്ലേസ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് ഞാൻ പ്രത്യേകിച്ച് വിശ്വസിക്കുന്നത്. കാരണം ഇതേറിയം ഹൈലി ഡൊമിനേറ്റഡ് ആണ് സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിനിൽ. ഇപ്പോൾ ബിറ്റ് കോയിൻ എങ്ങനെയാണോ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ, ഒരു കറൻസി എന്ന പോലെ നിലനിൽക്കുന്നത്, അതേപോലെ തന്നെ ഇതേറിയം ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അതിനുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ മറ്റേതൊരു ലെയർ 1 ലെയർ 2 ബ്ലോക്ക് ചെയിൻ വന്നാലും ഇതേറിയത്തിന് അതൊരു കോമ്പറ്റീഷൻ അല്ല എന്നുള്ളതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, പക്ഷേ പല ടോക്കണുകളും റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, സോ ഇനി നമ്മൾക്ക് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ലോങ് ടേമിൽ ബിറ്റ് കോയിനിൽ തന്നെ മെജോറിറ്റി അറ്റ്ലീസ്റ്റ് ഒരു 70% ബിറ്റ് കോയിനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. മറ്റുള്ള ടോക്കണുകൾ ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നില്ല ലോങ് ടേമിൽ എന്നുള്ളത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ വർസ്റ്റ് കേസ് സിനാരിയോ ഓരോ ബുൾ മാർക്കറ്റിലും ഏറ്റവും പീക്ക് പ്രൈസിൽ അതിൻ്റെ ആ ഓൾ ടൈം ഹൈയിലുള്ള പീക്ക് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ബിറ്റ് കോയിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടോക്കണുകൾ എങ്ങനെയാണ് ഇപ്പോഴും പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇമാജിൻ നമ്മൾ 2013 ആദ്യം നമ്മൾ ഈ കാണിച്ച സ്ക്രീൻഷോട്ടിലുള്ള പീക്ക് ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ബിറ്റ് കോയിനിൽ. ഓക്കെ, അതായത് $134 ഉള്ള സമയത്ത് നമ്മളൊരു $100 ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് $43,000 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് $32,000 ആയി അല്ലേ. അതായത് 31,939% റിട്ടേൺ ആണ് നമ്മൾ 2013 ആ ഒരു ഓൾ ടൈം ഹൈയിൽ വാങ്ങിയാൽ പോലും അല്ലേ. അതേസമയം നമ്മൾ അന്ന് ടോപ്പ് 10 ഉണ്ടായിരുന്ന വേറെ കോയിൻ ലൈറ്റ് കോയിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അന്ന് $4.35 ആണ് അന്നത്തെ ഓൾ ടൈം ഹൈ ലൈറ്റ് കോയിൻ. ഇപ്പോൾ ഇന്ന് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $68 ആണ്. സോ നമ്മൾ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1464% അല്ലേ. അതായത് ബിറ്റ് കോയിൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ റിട്ടേൺ കുറവാണ് നമ്മൾ ഇത്രയും കാലം അന്ന് ടോപ്പ് 10 ഉണ്ടായിട്ടുള്ള കോയിൻ ഹോൾഡ് ചെയ്തിട്ട് പോലും ഇന്ന് കിട്ടിയിരിക്കുന്നത്. കാരണം അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബിറ്റ് കോയിനെക്കാട്ടിലും വളരെ വലിയ രീതിയിൽ അണ്ടർ പെർഫോം ചെയ്തിരിക്കുകയാണ് ഈ LTC എന്ന് പറയുന്ന ടോക്കൺ അല്ലേ. ഇനി നമ്മൾ അടുത്ത ബുൾ സൈക്കിളിൽ വീണ്ടും നോക്കുക. അതായത് 2013 അടുത്ത നവംബറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് $774. നമ്മൾ $100 ഇൻവെസ്റ്റ് ചെയ്തു. ഇന്നത്തെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $5,553. അതായത് 5,454% റിട്ടേൺ. അതേസമയം നമ്മൾ ലൈറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിലോ അന്നത്തെ പീക്ക് പ്രൈസ് എന്ന് പറയുന്നത് 10.41 ആണ്. അന്ന് $100 ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ന് $68 പ്രൈസിൽ ഏകദേശം $653, 553% ആണ് നമ്മുടെ ടോട്ടൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ XRP അന്നത്തെ ആ ഓൾ ടൈം ഹൈ 2013 അന്നുള്ള ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ആ പീക്ക് പ്രൈസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 0.05 ആണ്. ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് 0.51 ആണ്. 920% അഗെയിൻ ബിറ്റ് കോയിന് ഈ രണ്ട് ടോക്കണുകളും ഔട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ്, അണ്ടർ പെർഫോം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ 2017 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 2017 ടോപ്പ് 10 പല ടോക്കണുകൾ, അതായത് നമ്മൾ ഇന്നും കേൾക്കുന്ന ടോക്കണുകൾ, ഇപ്പോൾ ബിറ്റ് കോയിൻ ഉണ്ട്, ഇത്തേറിയം ഉണ്ട്, ലൈറ്റ് കോയിൻ ഉണ്ട്, XRP ഉണ്ട്, അടയുണ്ട് അല്ലേ. സോ ബിറ്റ് കോയിൻ നമ്മൾ ഓൾ ടൈം ഹൈയിൽ അന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് 19,798. ഇന്ന്
43,000 ലെവലിൽ നമ്മൾ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 117%. അതായത് 2017 ബുൾ മാർക്കറ്റ് പീക്കിൽ നമ്മൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇന്ന് 117% റിട്ടേൺ നമുക്കുണ്ട്. അതേസമയം 2017 ഏറ്റവും പീക്ക് പ്രൈസ് ഇത്തേറിയത്തിൻ്റെ 1440 അപ്പോൾ ആ ഒരു പ്രൈസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ ഏകദേശം 60%. സ്റ്റിൽ പോസിറ്റീവാണ്, നല്ല റിട്ടേൺ. പക്ഷേ സ്റ്റിൽ ബിറ്റ് കോയിൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ പെർഫോം ചെയ്യണം. ലൈറ്റ് കോയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ 81% ലോസിലാണ്. അതായത് 2017 ബുൾ മാർക്കറ്റ് പീക്ക് 367 എത്തിയെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ബുൾ മാർക്കറ്റ് കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 81% ലോസിലാണ്. അതേപോലെ തന്നെ XRP ആണെന്നുണ്ടെങ്കിൽ 85%, അടയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കിടക്കുകയാണ് 0% റിട്ടേണുമായിട്ട്. ഇനി 2021 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 ബുൾ മാർക്കറ്റ് പീക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മൾ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്ററാണ്. ഏറ്റവും പീക്കിലാണ് നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബുൾ മാർക്കറ്റ് പീക്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? 69,000 ആയിരുന്നു അല്ലേ. അപ്പോൾ 69,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഇന്നത്തെ വാല്യൂ $100 വാല്യൂ 62.32 അതായത് 38% ലോസിലാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഉള്ളത്. നമ്മൾ ബിറ്റ് കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇനി ഒരു 52% കൂടി മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ബ്രേക്ക് ഈവൻ ആയി. ഇത്തേറിയം ആണെന്നുണ്ടെങ്കിലോ 2021 ബുൾ മാർക്കറ്റ് പീക്ക് എന്ന് പറയുന്നത് 4868 അതായത് ഇപ്പോഴും 52% നമ്മൾ ലോസിലാണ്. ഇനി ഒരു 99% ഇനിയും കൂടണം. അതായത് നമ്മൾ ബ്രേക്ക് ഈവൻ ആവണമെന്നുണ്ടെങ്കിൽ. BNB ആണെന്നുണ്ടെങ്കിൽ 56% ലോസിലാണ്. സൊലാന ആണെന്നുണ്ടെങ്കിൽ 62%, ഡോജ് 90%, XRP 74%, കർഡാനോ 84%. അതായത് 308% ഇനിയും കൂടിയാലാണ് 2021 ഓൾ ടൈം ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ പ്രോഫിറ്റബിൾ ആവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇനിയും, അതായത് ഇപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന്, ഇപ്പോൾ ബിറ്റ് കോയിൻ ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് അടുത്തൊരു ബുൾ മാർക്കറ്റിൽ ഒരു 2 ലക്ഷം അതിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ അതേ ഒരു പെർസെൻറ്റേജ് റിട്ടേൺ ഇത്തേറിയും ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും കൂടുമോ? ഇല്ല, അതിനെയും അണ്ടർ പെർഫോം ചെയ്യും. നമ്മൾ ഇവിടെ എങ്ങനെയാണോ ഈ ടോക്കണുകളൊക്കെ അണ്ടർ പെർഫോം ചെയ്യുന്നത് അതേപോലെ അണ്ടർ പെർഫോം ചെയ്യും. ഇപ്പോൾ പല ആളുകളുടെയും ഒരു എക്സ്പെക്റ്റേഷൻ അതാണ്. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ബിറ്റ് കോയിൻ കമ്പയർ ചെയ്യുമ്പോൾ ഈ പുതിയ ടോക്കണുകൾ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് വന്നു. അപ്പോൾ അതേ ഒരു റേറ്റിൽ കഴിഞ്ഞ ഓൾ ടൈം ഹൈയിൽ നിന്നും ഇനിയും കൂടുമെന്നാണ് പല ആളുകളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് റിയാലിറ്റി. സോ ഇവിടെ നിന്ന് ഇപ്പോൾ 2017 നിന്ന് ഈ ടോക്കണുകളെല്ലാം ഔട്ട് പെർഫോം ചെയ്തിട്ടാണ് പുതിയ ടോക്കണുകൾ വന്നത്. സൊലാനയൊക്കെ വന്നത് അല്ലേ, സൊലാനയും BNBയും ഒക്കെ എങ്ങനെയാണോ പഴയ ടോക്കണുകളൊക്കെ ഔട്ട് പെർഫോം ചെയ്തിട്ട് വളരെ ഭീകരമായിട്ടുള്ള റിട്ടേൺ തന്നത്, അതേപോലെ ഇനി അടുത്തൊരു ബുൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈ എത്തുമ്പോഴേക്കും പുതിയ ടോക്കണുകൾ ഒരു ടോപ്പ് 50-ലുള്ളതോ അല്ലെങ്കിൽ ടോപ്പ് 100-ലുള്ള ടോക്കണുകളൊക്കെ പുതിയൊരു ടോപ്പ് 10-ലോട്ട് കടന്നു വരും. ഇപ്പോൾ ഇതേറിയത്തിനാണെന്നുണ്ടെങ്കിലും BNBനെ ആണെന്നുണ്ടെങ്കിലും സൊലാനിനെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ടോക്കണുകളെയും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 15 അത്തരത്തിലുള്ള ടോക്കണുകൾ പഴയ ടോക്കണുകൾ റീപ്ലേസ് ചെയ്യപ്പെടും. സോ അതാണ് നമ്മളെപ്പോഴും പുതിയ ടോക്കണുകളിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും മെജോറിറ്റി നമ്മൾ സേഫ് ആയിട്ടുള്ള ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ഒരു ചെറിയൊരു മൈനോറിറ്റി എമൗണ്ട് ഓരോ ബുൾ മാർക്കറ്റിലും പുതിയ നരേറ്റീവുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിയേക്കാം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. സോ അതെല്ലാവർക്കും പോയിൻ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ അല്ലെങ്കിൽ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.